ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി വർക്കൗട്ട് ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വർക്കൗട്ട് ട്രൈ ചെയ്യാം. ഇവിടെ റോപ്പ് ഉണ്ട്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മളുടെ ആദ്യത്തെ വർക്കൗട്ട്. വളരെ ഈസിയാണ്. ഓക്കെ, ഗ്ലൗ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മളിപ്പോൾ രണ്ടാമത്തെ വർക്കൗട്ടിലേക്ക് പോകണേണ്. ഇത് നമ്മളപ്പോൾ മൂന്നാമത്തെ വർക്കൗട്ടിലേക്കാണ് പോകുന്നത്. ഇതൊരു സിമ്പിൾ പുഷപ്പാണ്. ഓക്കെ, ലെഗ് ലോക്ക് ചെയ്യുന്നു, സിംഗിൾ ലെഗാണ് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ ഒന്ന്, ഇനി ഇത് തന്നെ തിരിച്ച്. ഇത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും കാലവിടെ ഇരിക്കുമ്പോൾ നല്ല സ്ട്രെയിനാണ്. അടിപൊളി വർക്കൗട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സംഭവം തന്നെ ചെയ്യാൻ വേണ്ടി പോകണേ, പക്ഷേ ഇത് കുറച്ചുകൂടി ടഫായിരിക്കും, കാരണം ആ റോപ്പിൽ പിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സംഭവം ചെയ്യാം. ഇത് സിംഗിൾ ഹാൻഡാണ്, പുഷപ്പ് തന്നെയാണ്. ഒരു ഹാൻഡ് നമ്മൾ മറ്റേല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ഹാൻഡ് പുഷപ്പ് എളുപ്പത്തിൽ അടിക്കാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഹാൻഡ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഒരെണ്ണം, എന്നിട്ട് ഈ ഹാൻഡിന് മാത്രം ലോഡ് കൊടുക്കുന്നു. ഓക്കെ, ഇതൊരു സപ്പോർട്ടാണ്. ഇത് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അടുത്തൊരു വർക്കൗട്ടിലേക്ക് പോകണേ. ഇത് ബോഡിയുടെ ഒരു ഓവറോൾ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുകൂടാതെ ആ കോർ സ്റ്റെബിലിറ്റിയൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഹോൾഡ് ചെയ്താൽ മതി. ലെഫ്റ്റ് കുത്തി റൈറ്റ് ഹാൻഡ് ഇവിടെ പ്രസ് ചെയ്യുന്നു. അടുത്തൊരു ചെറിയ കാർഡിയോ വർക്കൗട്ട്. ഓക്കെ, സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ ലെഗ് പ്ലേസ് ചെയ്യുന്നത് ഇതാണ്, ഇങ്ങനെയാണ്. എന്നിട്ട് ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, ആണോ? ഓക്കെ, നീ ഇപ്പുറത്തേക്ക്. ഓക്കെ, നീ ഇപ്പുറത്തേക്ക്. ഓക്കെ, നീ ഇപ്പുറത്തേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റത്തായിട്ടൊരു സിമ്പിൾ കിക്കും കൂടി അടിച്ച് നമുക്ക് നിർത്താം. വളരെ സിമ്പിളായിട്ടുള്ള കിക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കിക്കാണ് ഫ്രണ്ട് കിക്ക്. അപ്പോൾ അതും കൂടി ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇതിലടിക്കാം. ഓക്കെ, ഈ ലെവലുണ്ട്, സൈഡ് ലെവലാണ്. ഓക്കെ, ഇവിടുന്ന് ജമ്പ് ചെയ്ത് രണ്ടെണ്ണം കൂടി കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം ബാക്കിൽ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വർക്കൗട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.